പാലക്കാട് താലൂക്ക് നായർ നേതൃതല യോഗം നടന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് താലൂക്ക് NSS യൂണിയനിലെ കരയോഗം വനിതാ സമാജം ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ താലൂക്ക് നായർ നേതൃതല യോഗം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണ് പരിശോധന ക്യാമ്പും മെഗാ മെഡിക്കൽ ക്യാമ്പും കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതാണ്. കുന്നത്തുറമ്പയുടെ കരയോഗത്തിൽ വെച്ച് കണ്ണ് പരിശോധന ക്യാമ്പും ഒലവക്കോട് കരയോഗത്തിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിയാണ്. അതുപോലെ ബാലസമാജ് അംഗങ്ങൾക്ക് വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്ത് നടത്തിയത്. ധോണി ലീഡ്സ് കോളേജിൽ വെച്ച് 2 ദിവസം കുട്ടികളെ പാർപ്പിച്ചുകൊണ്ട് അവർക്ക് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള സെമിനാറുകളും അതുപോലെ ഐസ് ബ്രേക്കിംഗ്, അതുപോലെ ഫയർ വാക്ക്, ഫാം വിസിറ്റ്, അങ്ങനെയുള്ള 2 ദിവസം അവരെ നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ 2 ദിവസം അവരിൽ മൊബൈൽ ഫോൺ മാറ്റി വെപ്പിച്ചുകൊണ്ട് അവരുടെ ഉറക്കമൊക്കെ ശീതീകരിച്ച മുറികളിലായിരുന്നു. അവർക്ക് ഭക്ഷണം, അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് ഏതാണ്ട് വലിയൊരു തുക ചെലവ് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതാണ്. ആ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അറിയാം. കാരണം ആ കുട്ടികൾ അതിൽ എത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ബാലസമാജ് അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുണ്ട്. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ഭാരവാഹികളായ R ശ്രീകുമാർ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, V രാജ്മോഹനൻ, C കരുണാകരൻ ഉണ്ണി, C വിപിനചന്ദ്രൻ, രമേശ് അലത്ത്, C N പ്രസന്നകുമാർ, M വത്സകുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, M സുരേഷ് കുമാർ, J ബേബി ശ്രീകല, അനിത ശങ്കർ, വത്സല ശ്രീകുമാർ, സുധ വിജയകുമാർ, V നളിനി, ജയന്തി മധു, S സ്മിത, സുനിത ശിവദാസ്, സിന്ധു രമേശ്, വിജയകുമാരി വാസുദേവൻ എന്നിവർ സംസാരിച്ചു. 2026 വർഷം ആദ്യത്തെ 6 മാസങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു. ഗുരുപൂർണിമ ദിനമായ 2026 ജൂൺ 29-ാം തീയതി മൃത്യോർമ അമൃതം ഗമയ എന്ന നാമധേയത്തിൽ കരയോഗ അംഗങ്ങളെയും കൂടാതെ 1001 കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീത പാരായണത്തോടുകൂടി സപ്തതി ആഘോഷങ്ങളുടെ സമാപനം നടത്തുവാനും വിവിധ രംഗങ്ങളിൽ പ്രതിഭകൾ തെളിയിച്ച സമുദായ അംഗങ്ങളെ ആദരിക്കുന്നതിനായും SLC, +2, ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായും സമാദരണീയം പ്രതിഭാ സംഗമം ജനുവരി 10-ാം തീയതി നടത്തുവാനും മെയ് മാസം കരയോഗങ്ങളിലെ ബാലസമാജം അംഗങ്ങൾക്കായി പ്രഭാപദം സഹവാസ പഠന ക്യാമ്പ് നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. താലൂക്കിലെ നായർ സമുദായ അംഗങ്ങളുടെ ഇടയിൽ നടത്തിവരുന്ന നാമകരണം മുതൽ ശ്രാദ്ധം വരെയുള്ള ചടങ്ങുകൾ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ആചാര പദ്ധതി എന്ന പുസ്തകത്തിന്റെ കരട് രൂപത്തിന്റെ പ്രകാശനവും നടന്നു. സമുദായത്തിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സമുദായ അംഗങ്ങൾക്ക് 2025 വർഷം വിദ്യാഭ്യാസം, ഭവനം, ചികിത്സ, വിവാഹം തുടങ്ങിയവയ്ക്ക് 12 ലക്ഷത്തോളം രൂപയുടെ സഹായം വിതരണം ചെയ്തതായി യൂണിയൻ സെക്രട്ടറി അറിയിച്ചു.